നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ CMRL എക്സാലോജിക് വിവാദം വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് നീളുന്ന ഓരോ അന്വേഷണവും ജനങ്ങളുടെ മനസ്സിൽ ഒരേ ചോദ്യം ഉയർത്തുകയാണ്: ഈ ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി എപ്പോൾ? ഒടുവിൽ കേസിന്റെ കുരുക്കിൽ പിണറായിയുടെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് കൂടി പ്രതി ചേർക്കപ്പെടുമെന്ന ഘട്ടത്തിലേക്കാണ് അന്വേഷണത്തിന്റെ ഗതി നീളുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലെയും ഭർത്താവും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. വീണയ്ക്ക് CMRL നിന്ന് ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് EDയുടെ നീക്കം. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2 തവണ വീണയെ ED ചോദ്യം ചെയ്തുവെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട്. ലഭിച്ച പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്ന് പണം ലഭിച്ചത്. 2020 ജൂണിലായിരുന്നു മുഹമ്മദ് റിയാസുമായുള്ള വീണയുടെ വിവാഹം. വിവാഹശേഷം ഈ പണം ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നതിലാണ് EDക്ക് സംശയമുള്ളത്. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കും. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും ED പരിശോധിക്കുന്നുണ്ട്. CMRLന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരമാണോ കരാറെന്നും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ ഇതിനുണ്ടായിട്ടുണ്ടോ എന്നും ED അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ നടപടി ശക്തമാക്കുമ്പോഴും മുൻ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ സംശയങ്ങൾ അകറ്റാൻ മതിയായതാണോ എന്ന ചർച്ചയും ശക്തമാകുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിലുള്ളവർ പ്രതിപക്ഷത്തെക്കാൾ ഉയർന്ന ഉത്തരവാദിത്വ നിലവാരം പാലിക്കണമെന്ന പ്രതീക്ഷ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയാലും പൊതുജനങ്ങൾ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്താവനകളെയല്ല, വ്യക്തതയും സുതാര്യതയുമാണ്. അന്വേഷണം തുടരുകയാണ്. കുറ്റം തെളിയുന്നതുവരെ ആരെയും കുറ്റക്കാരനായി കാണാനുമാകില്ല. പക്ഷേ പൊതുജീവിതത്തിൽ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളെ വെറും രാഷ്ട്രീയ ആക്രമണമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും ജനാധിപത്യപരമായ സമീപനമല്ല. ഈ കേസിന്റെ നിയമപരമായ വിധി ഭാവിയിലായിരിക്കാം. എന്നാൽ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കേരളം ഇന്നു തന്നെ ചർച്ച ചെയ്യുകയാണ്. ആരോപണങ്ങൾക്ക് രേഖകളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും മറുപടി ലഭിക്കുമോ, അതോ ഈ വിവാദം വീണ്ടും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലായി മാറുമോ എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്ന ചോദ്യം. അധികാരത്തിന്റെ ഗർവിൽ എന്റെ കൈകൾ സുതാര്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിണറായി മകളുടെ കീശ നിറയ്ക്കാൻ വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മകൾക്കും അച്ഛനും മരുമകനും കൂടി അന്തസ്സായി ശിഷ്ടകാലം ജയിലിനുള്ളിൽ കുടുംബസമേതം കിടക്കാം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേസിന്റെ വിലങ്ങുകളിൽ ആരൊക്കെ പെടുമെന്നുള്ളതാണ് ഇനി.